റേ ഓപ്റ്റിക്സ് ആൻഡ് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിനകത്ത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നോട്ട്ബുക്കും പെന്നും നിങ്ങൾ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പിന്നെ മാത്രമല്ല, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പ്ലസും മൈനസും മാറിപ്പോലെ മാത്രമല്ല, വാല്യൂ തന്നെ മാറും. ഓക്കെ, ഇപ്പോൾ 1/v ഇപ്പോൾ -1/u എന്നുള്ളിടത്ത് ആ u നെഗറ്റീവ് ആണെങ്കിൽ 1/v മൈനസ് അപ്പോൾ 1/v + 1/u ആവും. അതായത് സൈൻ മാത്രമല്ല മാറുക, നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂവും മാറാനും തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: an object is placed on the principal axis of a concave mirror at a distance of 1.5 f. f is the focal length. The image will be at. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് ഈ പോള് നിങ്ങൾ ഒറിജിനായിട്ട് എടുക്കണം. ഇവിടുത്തെ അങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, മേലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 1.5 f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടൈംസ് ഓഫ് ദി ഫോക്കൽ ലെങ്ത്. അതായത് ഫോക്കൽ ലെങ്ത്തിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക. അതായത് ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവുക ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറാണ്. മീൻസ് ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാവും. ഇമേജ് ഡിസ്റ്റൻസ് വലുതാണെങ്കിൽ ഇമേജ് വലുതാവുന്ന, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ പറയുക ആണ് വലുതെങ്കിൽ ഒബ്ജക്റ്റ് ആവും ഇമേജിനേക്കാൾ വലുത്. ഓക്കെ, ഓർ ഇമേജ് ചെറുതാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആവും. ഇവിടെ എന്തായാലും ഇമേജ് വിൽ ബി ഫോംഡ് ബിയോണ്ട് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. Okay, so it will be a magnified image and the image distance will be more than the object distance. അപ്പോൾ നമ്മളുടെ ഫോർമുല ഇതാണ്, 1/u + 1/v = 1/f. ഓക്കെ, പിന്നെ അതിനകത്ത് u = നോക്കൂ, u ഇവിടുന്ന് അങ്ങോട്ട് നെഗറ്റീവാണ്. ഓക്കെ, അത് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get v = -3f. v -3f ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിലേക്ക് അറ്റ് എ ഡിസ്റ്റൻസ് 3f എന്നാണ്. ഓക്കെ, ഇവിടെ ആൻസർ നമുക്കുണ്ട്. ആൻസർ ദിസ് ഈസ് -3f. ഓക്കെ, മാച്ച് ദി കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് കോളം 1 വിത്ത് കോളം 2 where m is the magnification placed by the mirror. അത് ഈ കോളം 2-ലുള്ള എന്താ, 2 മിറർ ഉണ്ട്. കോൺവെക്സ് മിററും ഉണ്ട്, കോൺകേവ് മിററും ഉണ്ട്. പിന്നെ റിയൽ ഇമേജ് ഉണ്ട്, വെർച്വൽ ഇമേജ് ഉണ്ട്. അതിൽ ഈ കോൺകേവ് മിറർ ഒരേ ഒരു പൊസിഷനെ വെർച്വൽ ഇമേജ് ഉണ്ടാക്കുള്ളൂ. അത് ഫോക്കസിനും മിററിനും ഇടയ്ക്ക്. Concave mirror produces a virtual image when the object is between the focus and the mirror. ആ ഇമേജ്, വെർച്വൽ ഇമേജ് എന്താ, മാഗ്നിഫൈഡ് ആണ്. പിന്നെ എല്ലാ റിയൽ ഇമേജസും ഇൻവേർട്ടഡ് ആവും, എല്ലാ വെർച്വൽ ഇമേജസും ഇറക്റ്റ് ആവും, പ്രൊവൈഡഡ് ഇറ്റ്സ് ബീങ് ഫോംഡ് ബൈ എ സിംഗിൾ ഓപ്റ്റിക്കൽ എലിമെന്റ്. ഒന്നുകിൽ ഒരു ലെൻസ് അല്ലെങ്കിൽ ഒരു മിറർ. അങ്ങനെ ഒരു ഓപ്റ്റിക്കൽ എലിമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആവും, വെർച്വൽ ഇമേജ് ഇറക്റ്റ് ആവും. ആയിക്കോട്ടെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണോ m = -2. ആ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആണെന്നാണ്. ഓക്കെ, ഈ കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം വെർച്വൽ ഇമേജ് ആൻഡ് ദാറ്റ് വെർച്വൽ ഇമേജ് വിൽ ബി ഓൾവേസ് ഡിമിനിഷ്ഡ്. കോൺവെക്സ് മിറർ വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് എപ്പോഴും ഉണ്ടാക്കാം. കോൺകേവ് മിറർ റിയലും ഉണ്ടാക്കും, വെർച്വലും ഉണ്ടാക്കും. പക്ഷേ വെർച്വൽ ഒറ്റ പൊസിഷനെ ഉണ്ടാക്കുള്ളൂ, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ മിറർ. ആ വെർച്വൽ ഇമേജ് മാഗ്നിഫൈഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷൻ -2 ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇമേജ് റിയൽ ആണ്. മാത്രമല്ല, റിയൽ ഇമേജ് ക്യാൻ ബി ഫോംഡ് ഓൺലി ബൈ എ കോൺകേവ് മിറർ, കാൺ ബി ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ എന്താ, അത് റിയൽ ആണ്, കോൺകേവ് ആണ്. അപ്പോൾ പി ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ബിയും സിയും ആണ്. പി ആയിട്ട് മാച്ച് ചെയ്യേണ്ടത് ബിയും സിയും ആണ്. ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ m = -1/2. റിയൽ ഇമേജാണ്, ബിക്കോസ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്. റിയൽ ഇമേജിന് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവും വെർച്വൽ ഇമേജിന് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ്. ഇവിടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺകേവ് മിറർ ആണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് ആൻഡ് റിയൽ എന്നാണ് വരേണ്ടത്. അതായത് Q മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് B and C അഗെയിൻ. ഇനി അടുത്ത m = +2. സോ വെർച്വൽ ആണ്, മാഗ്നിഫൈഡ് ആണ്. എ വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ക്യാൻ ബി ഫോംഡ് ഓൺലി ബൈ എ കോൺകേവ് മിറർ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ മിറർ. ഒബ്ജക്റ്റ് ഫോക്കസിനും മിററിനും ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ കോൺകേവ് മിറർ വെർച്വൽ ഇമേജ് ഉണ്ടാക്കും, അത് മാഗ്നിഫൈഡ് ആവും. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജ് ഉണ്ടാക്കും, പക്ഷെ അത് എപ്പോഴും ഡിമിനിഷ്ഡ് ആവും. ഇവിടെ വെർച്വൽ ആണ്, ബിക്കോസ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്.
മോർ ദാൻ 1 ആണ് മാഗ്നിഫിക്കേഷൻ, സോ ഇറ്റ് ഈസ് മാഗ്നിഫൈഡ്. അപ്പോൾ കോൺകേവ് മിറർ ആണ്, വെർച്വൽ ആണ്. അപ്പോൾ ബി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർ മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് ബി ആൻഡ് ഡി. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താ, എം ഈക്വൽ ടു പ്ലസ് ഹാഫ്. വെർച്വൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്. അതേതാ, അത് വെർച്വൽ ആണ്, കോൺവെക്സ് മിറർ ആണ് ഫോം ചെയ്യുക. അപ്പോൾ എസ് മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് കോൺവെക്സ് മിറർ എ ആൻഡ് വെർച്വൽ ഇമേജ് ഡി. ഓക്കെ, എ ഡി. അപ്പോൾ പി വിത്ത് ബി ആൻഡ് സി, ക്യൂ വിത്ത് ബി ആൻഡ് സി, ആർ വിത്ത് ബി ആൻഡ് ഡി ആൻഡ് എസ് വിത്ത് എ ആൻഡ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, അതിൽ ഈ റോഡ് ഓഫ് ലെങ്ത് 10 cm lies along the principal axis of a concave mirror of focal length 10 cm in such a way that its end closer to the pole is 20 cm away from the mirror. മിററിന്റെ ഫോക്കൽ ലെങ്ത് 10 cm. പക്ഷേ ഒബ്ജക്റ്റ് ഇതാ, അതിൽ ഇതാ എ ബി എന്നുള്ളതാണ് റോഡ്. ഓക്കെ, അതിൽ ബി, ആ റോഡിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ് എയും ബിയും. അതിൽ മിററിനോട് അടുത്തിരിക്കുന്ന പോയിന്റ് ഏതാ, അത് ബി ആ. അത് മിററിൽ നിന്ന് 20 cm അകലെയാണെന്ന്. ഫോക്കൽ ലെങ്ത് 10 ആ, അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 2f ആ. അതായത് ആ പോയിന്റ് ഇരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജും അവിടെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ബി എന്നുള്ള പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചറിലാണെങ്കിൽ അതിൻ്റെ ഇമേജ് ബി ഡാഷും അവിടെ തന്നെയാവും. അപ്പോൾ ഇമേജ് പോയിന്റ് ബി ഡാഷ് അവിടെ തന്നെ. ഓക്കെ, ഇനി നോക്കൂ, പോള് തൊട്ട് ബി വരെയുള്ളത് 20, റോഡിൻ്റെ ലെങ്ത് 10 cm. അപ്പോൾ പോള് തൊട്ട് ഇത് ഇവിടം വരെയുള്ളത് എന്താവും, 30 cm ആവും. അപ്പോൾ നോക്കൂ, നമ്മൾ പോയിന്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്താ, ഇവിടെ പോയിന്റ് സി, ദിസ് വൺ പോയിന്റ് എ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് എ പറയാം. ഓക്കെ, ആ പോയിന്റ് എക്ക് നോക്കൂ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 30 ആണ്. അത് അങ്ങോട്ടായത് കാരണം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നെഗറ്റീവ് എടുത്തു. ഓക്കെ, ആൻഡ് സി ഫോക്കൽ ലെങ്ത് എത്രയാണ്, ഫോക്കൽ ലെങ്ത് 10 cm ആണ്. കോൺകേവ് മിറർ ആയത് കാരണം അങ്ങോട്ടാണ്, അത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് 1/v ഈക്വൽ ടു 1/u മൈനസ് 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u വരും. അതിൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, -10. പിന്നെ മൈനസ് 1/u എന്ന് പറഞ്ഞാൽ -30 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാന്ന് അറിയാം, -3/30 പ്ലസ് 1/30, അപ്പോൾ -2/30 വരും. അതായത് നമുക്ക് എന്താ വരിക, v ഈക്വൽ ടു -15 cm എന്ന് വരും, -15 cm. അതായത് എ ഡാഷ്, എ എന്നുള്ള പോയിന്റിന്റെ ഇമേജ് എ ഡാഷ് മിററിൽ നിന്ന് 15 cm അകലെയാണ്. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ ഞാൻ എ ഡാഷ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ളത് എന്താ, 10 cm. ഓക്കെ, പോളിൽ നിന്ന് എ ഡാഷ് വരെയുള്ളത് എന്താ, 15 cm. പോളിൽ നിന്ന് ബി ഡാഷ് വരെയുള്ളത് എന്താ, അത് സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരമാണ് 20 cm. അപ്പോൾ നമുക്ക് പി എ ഡാഷ് പറഞ്ഞാൽ 15 cm, പി ബി ഡാഷ് പറഞ്ഞാൽ 20 cm. നമുക്ക് വേണ്ടത് എ ഡാഷ് ബി ഡാഷാണ്. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് അതാണ് ലെങ്ത് ഓഫ് ദ ഇമേജ്. അതിന് നമുക്ക് പി ബി ഡാഷ് മൈനസ് പി എ ഡാഷ് പറയാലോ, പി ബി ഡാഷ് മൈനസ് പി എ ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, 20 മൈനസ് 15 പറഞ്ഞു കഴിഞ്ഞാൽ 5 cm. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇമേജിൻ്റെ ലെങ്ത് നമുക്ക് 5 cm കിട്ടും. Light travels a distance x in time t1 in air. എയറിലെ സ്പീഡാണ് c. നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം, x ഡിവൈഡ് ബൈ t1. ഓക്കെ, ആൻഡ് 10x in time t2 in another denser medium. ഓക്കെ, അപ്പോൾ ഡെൻസർ മീഡിയത്തിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 10x ഡിവൈഡ് ബൈ ടൈം t2. ഓക്കെ, സൈൻ സി, ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞാൽ 1/n ആണ്. 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പീഡ് ഇൻ മീഡിയം ഡിവൈഡ് ബൈ സ്പീഡ് ഇൻ എയർ ഓർ വാക്യൂം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, v/c ഓർ 10x/t2/x/t1. എക്സും എക്സും ക്യാൻസൽ ആവും. അപ്പോൾ 10t1/t2 എന്നാണ് വരിക. അത് സൈൻ സി ആണ്, വേർ സി ഇസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താ, സൈൻ ഇൻവേഴ്സ് 10t1/t2. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 10t1/t2 എന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലൈറ്റ് റേ ഫാൾസ് ഓൺ എ ഗ്ലാസ് സർഫസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അതിൽ നമുക്ക് എന്താ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. പിന്നെ എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രിയാണ്. അതിൽ നമ്മൾ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. ഈ ആംഗിൾ ഓഫ്, അതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഈ ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് ദ ആംഗിൾ ഓഫ് പോളറൈസേഷൻ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ്. ഓക്കെ,
ആ ആംഗിളിനെ നമ്മൾ എന്താ ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈക്വൽ ടു ടാൻ പി ആണ്. ഓക്കെ, ഇവിടെ n ഈക്വൽ ടു √3 ആണ്. അപ്പോൾ p ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 60 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ. അവിടെ ലൈറ്റ് വന്ന് വീണാൽ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് വിൽ ബി പെർപെൻഡിക്കുലർ. ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ്, ടു ട്രാൻസ്പെറൻറ്റ് മീഡിയ A and B are separated by a plane boundary. The speed of light in those media are 1.5 into 10⁸ meter per second and 2 into 10⁸ meter per second respectively. The critical angle for a ray of light for these two media. Okay, അതിൽ sin C equal to 1/n ആണ്. Okay, and it is equal to V/C. So this is 1.5 into 10⁸ divided by 2 into 10⁸. അപ്പോൾ എന്താ വരിക? 0.75. ഓക്കെ, അതിൽ ഈ സൈൻ ഫംഗ്ഷൻ എപ്പോഴും ലെസ് ദാൻ 1 ആവും. അത് നിങ്ങൾ അതായത് ഗ്രേറ്റർ ദാൻ sin 1 സൈൻ ഫംഗ്ഷന് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കാണാൻ എളുപ്പമാണ്. sin C equal to 0.75 ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ വിൽ ബി സൈൻ ഇൻവേഴ്സ് 0.75 പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. റൈറ്റ്. The reddish appearance of the sun at sunrise and sunset is due to എന്താ സ്കാറ്ററിംഗ് ആണ്. അതുണ്ടോ നോക്കി, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്സ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്സ്. ഓക്കെ, പിന്നെ an air bubble in a glass slab is 5 cm deep when viewed from one face and 2 cm deep when viewed from the opposite side. നമ്മൾ see when an object in a denser medium is observed from rarer medium, it appears to be closer than it actually is. നമ്മൾ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന് നോക്കുമ്പോൾ അത് ശരിക്കും എത്ര അകലെയാണോ അതിനേക്കാൾ അടുത്തായിട്ടാണ് തോന്നുക. ഇപ്പോൾ ഒരു എയർ ബബിൾ ഉണ്ട്, അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ അകലെയായിട്ട് തോന്നുന്നു. അതായത് ശരിക്കും 5 അല്ല, ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എക്സാ വിചാരിച്ചു. അതുപോലെ മീൻസ് ഇറ്റ് ഈസ് ദി ആ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ ഡിസ്റ്റൻസ് ഓർ റിയൽ ഡെപ്ത് എന്ന് പറയാം. പിന്നെന്താ അപ്പാരൻ്റ് ആണ് 5. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ആക്ച്വലി y ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ, പക്ഷേ തോന്നുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദ അപ്പാരൻ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി റിയൽ എക്സ് ഡിവൈഡ് ബൈ അപ്പാരൻ്റ് എക്സ് ഡാഷ് ഈക്വൽ ടു മ്യൂ ആ. ഓക്കെ, അപ്പോൾ റിയൽ എക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു അപ്പാരൻസ്. അതുപോലെ റിയൽ വൈ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു വൈ ഡാഷ്. അപ്പോൾ നോക്കൂ, ബബിൾ ഇവിടെയാണെങ്കിൽ നോക്കൂ, ആക്ച്വൽ തിക്നെസ് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ, അപ്പോൾ ആ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മ്യൂ ടൈംസ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് വരും. അതിൽ അപ്പാരൻ്റ് ഒരു സൈഡിൽ നിന്ന് 5ഉം മറ്റേ സൈഡിൽ നിന്ന് 2 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 5 + 2. ഓക്കെ, അപ്പോൾ 10.5 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് 10.5 സെൻറ്റിമീറ്റർ. One face of a rectangular glass plate 6 cm thick is silvered. Okay, പിന്നെ an object held 8 cm in front of the first face forms an image 12 cm behind the silvered face. Okay, പിന്നെ the refractive index of the glass. അതിൽ നമുക്ക് എന്താണെന്നറിയോ, സി ഇവിടെ ഒരു ഗ്ലാസ് സ്ലാബ് ഇങ്ങനെയുണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് സ്ലാബ് ഇങ്ങനെയുണ്ട്. അതിൽ പുറകിലാണ് സിൽവർ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് നോക്കും, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആക്ച്വലി മിറർ ഇവിടെയാണ് മിറർ. റൈറ്റ്. പക്ഷെ അതെന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും കുറച്ച്. റൈറ്റ്, ഷിഫ്റ്റ് ചെയ്തു അല്ലേ? കാരണം എന്താ, ഒബ്ജക്റ്റ് ഇൻ ഡെൻസർ മീഡിയം അപ്പിയേഴ്സ് ടു ബി ക്ലോസർ എന്നാ, അടുത്തേക്ക് വന്നായിട്ട് തോന്നും. ഈ അടുത്തേക്ക് വന്നത് എസ് ആണെന്ന് വിചാരിച്ചു. ഈ സ്ലാബിൻ്റെ തിക്നെസ് 6 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ ദൂരമാണ് എസ്. അപ്പോൾ ഇത് 6 - s വരും. ഇവിടെയാണ് ഇപ്പോൾ മിറർ. ഓക്കെ, എന്താ ശരിക്കും ഇവിടെയാണെങ്കിലും ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഹിയർ. അപ്പോൾ ഈ നമ്മളൊരു പ്ലെയിൻ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കും ഇമേജിലേക്കുള്ള ദൂരം ഈക്വൽ ആണെന്നാ. അപ്പോൾ ഇതാണ് പ്ലെയിൻ മിറർ. അവിടെ നിന്ന് ഇങ്ങോട്ട് 6 - s, അവിടെ നിന്ന് ഇങ്ങോട്ട് 8. അപ്പോൾ 8 + 6 - s എന്ന് പറഞ്ഞാൽ 14 - s വരും. ഓക്കെ, അപ്പോൾ 14 - s. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇമേജിലേക്കുള്ള എത്രയാണ്? 12 + s, 12 + s. ഓക്കെ, ഒബ്ജക്റ്റ് എത്ര മുമ്പിലാണോ അത്രയും പുറകിലാണ് ഇമേജ് ഉണ്ടാവുക എന്നാ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? ഇവിടെ 12 ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്മൾ എന്താ എസ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ s = 1 സെൻറ്റിമീറ്റർ എന്ന് വരും. ഒരു സ്ലാബിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റ് s = d × 1 - 1/μ എന്നാ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 1/μ = 5/6 വന്നു. ആൻഡ് μ = 6/5 പറഞ്ഞാൽ 1.2 വന്നു. ഓക്കെ, 1.2. A point source of light is placed 4 meters below the surface of water of refractive index 5/3. The minimum diameter of a disc which should be placed over the source on the surface of water to cut off all light coming out of water is.
നമ്മൾ ഈ വാട്ടറിൻ്റെ താഴെ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വിൽ കം ഔട്ട് ഓഫ് ദി വാട്ടർ സർഫസ് ഓൺലി ത്രൂ എ സർക്കുലർ ഏരിയ ആണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇത്. റേഡിയസ് ആർ ഈക്വൽ ടു ഡി പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ സോഴ്സ് ആണ്, ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ മൈനസ് 1 അണ്ടർ റൂട്ട്. അതിൽ ഡി 4 മീറ്റർ ആണ്, അത് റേഡിയസ് ആണ് കേട്ടോ. ഡി 4 മീറ്റർ ആണ്. മറ്റേ 5/3 സ്ക്വയർ മൈനസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25/9 മൈനസ് 1 പറഞ്ഞാൽ 16/9 വരും. റൂട്ട് എടുത്താൽ 4/3 വരും. അപ്പോൾ 3 മീറ്റർ വരും. അപ്പോൾ 3 മീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിലൂടെ മാത്രമാണ് ലൈറ്റ് പുറത്തേക്ക് വരിക. അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ 6 മീറ്റർ ഡയമീറ്റർ ഉള്ള ഇത് വെക്കണം. ഡയമീറ്റർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ 6 മീറ്റർ. ഓക്കെ, ഇതും വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാ. പിന്നെ ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് ടു പാസ് ത്രൂ എ വിൻഡോ ഓഫ് തിക്നെസ് 4 millimeter. നേരത്തെ നമ്മൾ ചെയ്തതാണ്. ടൈം ഞാനിവിടെ ടൈമിന് ടി കൊടുത്തുകൊണ്ട് തിക്നെസ് ഞാൻ എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ മ്യൂ എക്സ് ബൈ സി, മ്യൂ പറഞ്ഞാൽ 1.5 3/2 4 millimeter മീറ്റർ ആക്കാൻ 10⁻³ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸. അതിൽ 3 കട്ട് ചെയ്യാം. പിന്നെ 4/2 പറഞ്ഞാൽ 2 വരും. 10⁻³ ഡിവൈഡ് ബൈ 10⁸ എന്ന് പറഞ്ഞാൽ 10⁻11 വരും. അപ്പോൾ 2 × 10⁻11 സെക്കൻഡ്സ്. 2 × 10⁻11 സെക്കൻഡ്സ്. ഓക്കെ, അടുത്ത ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് റിഫ്രാക്റ്റഡ് ഫ്രം വാക്വം ടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ദ വേവ് ലെങ്ത് ഓഫ് റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബിക്കം സ്മോളർ. ഓക്കെ, വേവ് ലെങ്ത് കുറയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ. ഓക്കെ, green light of wavelength 5460 angstroms is incident on air glass interface. Refractive index of glass is 1.5 3/2. Wavelength of light in glass would be. അതിൽ നമുക്ക് ലാംഡ ഡാഷ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ആണ്. 5460 ആങ്സ്ട്രംസ് ബൈ 3/2. ഓക്കെ, അപ്പോൾ എത്ര വരും? ഇവിടെ നമുക്ക് എന്താ 5460 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 54ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18. അപ്പോൾ 60യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20. ഓക്കെ, അപ്പോൾ 18 20 1820 എന്നാണ് വരിക. പിന്നെ ഈ 2 മേലെ വരും 1820. അപ്പോൾ 3640 വരും. 3640 ആങ്സ്ട്രംസ്. റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഇവിടെ 2 thin lenses of same focal length, but one is convex and the other is concave. When they are placed in contact with each other, the equivalent focal length of the combination will be. സംഭവം ഇതാണ് ഫോർമുല. 1/F = 1/F1 + 1/F2. ഇവിടെ 1/F, പിന്നെ അടുത്ത് കോൺകേവ് ആണ്. ഓക്കെ, അപ്പോൾ 1/F = 0 കിട്ടും. അപ്പോൾ F = വരും. ഇക്വലന്റ് ഫോക്കൽ ലെങ്ത്. റൈറ്റ്? Next, in the figure shown here, what is the equivalent focal length of the combination of the lenses? Equivalent focal length of the combination of the lenses. അതിൽ നിങ്ങൾ ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മളുടെ അടുത്തേ ഇങ്ങനെ ഇപ്പോൾ എന്താ 2 പ്ലെയിനോ കോൺവെക്സ് ലെൻസസ് ആയത്. 2 പ്ലെയിനോ കോൺവെക്സ് ലെൻസസ്. ഈ 2 പ്ലെയിനോ കോൺവെക്സ് ലെൻസസ് ഇത് എങ്ങനെ വെച്ചാലും, പ്ലെയിനോ കോൺവെക്സ് എന്നല്ല, ഇനി എന്ത് ലെൻസ് ആണെങ്കിലും ഇത് നമ്മൾ ഇതിൻ്റെ ഓർഡർ ഡസൻ മാറ്റർ എന്ന് അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ദേ ഇങ്ങനെ 2 ലെൻസ് വെച്ചു. അതിന് പകരം ഞാനിപ്പോൾ ദേ ഇങ്ങനൊരു ലെൻസ് വെച്ചു. ഓക്കെ, ഇങ്ങനൊരു ലെൻസ് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്താ അറിയോ, ഇങ്ങനൊരു ലെൻസ് വെച്ചു, ഇങ്ങനൊരു ലെൻസ് വെച്ചു. ഇത് രണ്ടും ഇതൊക്കെ എന്താ ഒരേ ഇഫക്റ്റീവ് പവറാണ് വരിക, ഒരേ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്നറിയോ, ആദ്യത്തത് ഒരു പ്ലെയിനോ കോൺകേവ് ലെൻസാണ്, ആ ലിക്വിഡ്. പിന്നെ അടുത്തതും ഒരു പ്ലെയിനോ കോൺകേവ് ലെൻസാണ്. ഈ ആദ്യത്തതും അവസാനത്തതും പ്ലെയിനോ കോൺകേവ് ലെൻസസാണ്. ആദ്യത്തതും അവസാനത്തതും പ്ലെയിനോ കോൺകേവ് ലെൻസസാണ്. അപ്പോൾ ആ പ്ലെയിനോ കോൺകേവ് ലെൻസസ് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ഡബിൾ കോൺകേവ് ലെൻസ് വരും. പിന്നെ വേറെ നോക്കൂ, ഈ അകത്തുള്ള 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു കോൺവെക്സ് ലെൻസും. ഓക്കെ, അതായത് ഫസ്റ്റ് ഈ ലിക്വിഡ് ഒരു പ്ലെയിനോ കോൺകേവ്, അവസാനവും ഒരു പ്ലെയിനോ കോൺകേവ്, രണ്ടും കൂടെ ചേർന്ന് ഒരു ഡബിൾ കോൺകേവ്, സാധാരണ ഒരു കോൺകേവ് ലെൻസ്. പിന്നെ ഈ നടുക്ക് ഷെയ്ഡ് ചെയ്യാത്ത ഒരു കോൺവെക്സ് ലെൻസും. അതായത് ഒരു കോൺവെക്സ് ലെൻസും ഉണ്ട്, ഒരു കോൺകേവ് ലെൻസും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇക്വി കോൺവെക്സ് അല്ലെങ്കിൽ ഇക്വി കോൺകേവാ എന്ന് പറഞ്ഞാൽ 2 സ്ഫെറിക്കൽ സർഫസസിൻ്റെ റേഡിയേ ഓഫ് കർവേച്ചർ സെയിം ആണ് എന്നർത്ഥം. ഓക്കെ, അതിൽ F1 പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണാൻ പോകുന്ന ആ ഡബിൾ കോൺവെക്സിൻ്റെ അത് R/2 × N1 - 1 ആണ്. കോൺകേവ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് വരും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഓക്കെ, അതിൽ റേഡിയസ് ഓഫ് കർവേച്ചർ അവർ തന്നിട്ട് ഉണ്ടോ? റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതെവിടെയാ? അതാ R1 = R2 = 20 സെൻറ്റിമീറ്റർ ഡയഗ്രത്തിലുണ്ട്. അപ്പം നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആ കോൺകേവ് ലെൻസിൻ്റെ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാം? ഫോക്കൽ ലെങ്ത് -20/1.2 എന്നാണ്. കോൺകേവ് ആയതുകൊണ്ടാണ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ 1/F = 1/F1 + 1/F2, 1/20 - 1.2/20. അപ്പോഴെന്താ വരിക? -0.2/20. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് വിൽ ബി -1/100 ഓർ F = -100 സെൻറ്റിമീറ്റർ വരും. അതായത് ഇറ്റ് ആക്ട്സ് ആസ് എ കോൺകേവ് ലെൻസ് ഓഫ് focal length 100 centimeter, right? Biconvex lens has a radius of curvature 20 centimeter each. Okay, refractive index of the material is 1.5. power ആണ്. P = 1/F = 2 × mu - 1/r എന്നാ. ഓക്കെ, അതിൽ പവർ കിട്ടണമെങ്കിൽ എന്താ ഫോക്കൽ ലെങ്ത് മസ്റ്റ് ബി ഇൻ മീറ്റർ. അപ്പോൾ ആ സെൻറ്റിമീറ്ററിലുള്ള സാധനം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 × mu എത്രയാണ്? 1.5 - 1 പറഞ്ഞാൽ 0.5 × 2 എത്രയാണ്? 1. ഓക്കെ, റേഡിയസ് 20 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 0.2. 1/0.2 പറഞ്ഞാൽ +5 ഡയോപ്റ്റർ വരും. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കാം നമുക്ക്. ഇവിടെ എ കോൺവെക്സ് ലെൻസ് എ ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആൻഡ് എ കോൺകേവ് ലെൻസ് ബി ഓഫ് ഫോക്കൽ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആർ കെപ്റ്റ് അലോങ് ദ സെയിം ആക്സിസ് വിത്ത് ദ ഡിസ്റ്റൻസ് d between them. എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഓൺ എ ലീവ്സ് ബി ആസ് എ പാരലൽ ബീം. പറഞ്ഞു കഴിഞ്ഞത് രണ്ട് ലെൻസിലെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഇറ്റ് ഗോസ് ടു ഇൻഫിനിറ്റി. അതായത് ഇതിൻ്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആണ് എന്നർത്ഥം. വെൻ ടു ലെൻസസ് ആർ ഓഫ് ഫോക്കൽ ലെങ്ത് F1 and F2 ആർ കെപ്റ്റ് കോആക്സിയലി അറ്റ് എ ഡിസ്റ്റൻസ് d apart. അപ്പോൾ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്തിൻ്റെ ഫോർമുലയാണ് ഇത്. 1/F1 + 1/F2 - d/F1/F2. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റാ. ഓക്കെ, അപ്പോൾ 1/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 വരും. ഓക്കെ, അതായത് 1/F1 + 1/F2 - d/F1/F2 ഇവിടെ 0 വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കത് പറയാം d/F1 + F1/F2 = 1/F1 + 1/F2. ഈ ഡിനോമിനേറ്ററിൽ F1 F2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? d = F1 + F2 വരും. അതിൽ F1 പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ +20 ആണ്, കോൺകേവിൻ്റെ -5 ആണ്. അപ്പോൾ 20 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, സോ ദിസ് വൺ. Next, an equiconvex lens has power P. It is cut into two symmetrical halves by a plane containing the principal axis. The power of one part will be. അതിൽ കണ്ടെയ്നിങ് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തു എന്നാ, ഇതാണ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഒരു പാർട്ട് ഇങ്ങനെ വരും. അതിൻ്റെ റേഡിയസ് മാറിയിട്ടില്ല. ഓക്കെ, റേഡിയസ് മാറിയിട്ടില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഫോക്കൽ ലെങ്ത് മാറില്ല, പവറും മാറില്ല. ഓക്കെ, സോ ദ പവർ വിൽ ബി P itself, right? So answer must be P. A lens having focal length F and aperture of diameter d forms an image of intensity I. Aperture of diameter d/2 in central region of lens is covered by a black paper. ഇവിടെ എന്താ സംഭവം എന്നറിയോ? പിന്നെ ലെൻസ് ഇതേ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ ലെൻസ് കൊണ്ട് ഇമേജ് ഫോം ചെയ്തു. ഇനി അടുത്ത കേസിൽ എന്താ ചെയ്യണമെന്നറിയോ? ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തു നടുക്ക് എന്ന് പറഞ്ഞാൽ അതിലൂടെ ലൈറ്റ് വരില്ല. അപ്പോൾ ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു എന്താ ഡയമീറ്ററിൻ്റെ സ്ക്വയറാ. അപ്പോൾ D കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ 1/4 ഇൻറ്റൻസിറ്റി കുറയും. 1/4 ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ബാക്കി 3/4 ഉണ്ടാവുള്ളൂ. പിന്നെ റേഡിയസ് മാറിയിട്ടില്ല, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാറിയിട്ടില്ല. അത് കാരണം ഫോക്കൽ ലെങ്ത് മാറില്ല. അപ്പോൾ ഫോക്കൽ ലെങ്ത് F തന്നെ, പക്ഷേ ഇൻറ്റൻസിറ്റി 1/4 കുറയും, അതായത് 3I/4 ആവും. ഓക്കെ, നെക്സ്റ്റ് തിങ്, എ കോൺവെക്സ് ലെൻസ് ഈസ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഹൂസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്, ദെൻ ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് വിൽ ബി. ഓക്കെ, അതിൽ ഇവിടെ നമുക്ക് എന്താ പറയാം? നമ്മൾ വെൻ ലെൻസ് ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu dash 1/F = mu/mu dash. mu dash പറഞ്ഞാൽ ഇറക്കി വെച്ച മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മ്യൂ പറഞ്ഞാൽ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് രണ്ടും ഈക്വലാ. അപ്പോൾ 1 വരും, -1 പറഞ്ഞാൽ 0. അതായത് 1/F = 0 അപ്പോൾ F എന്താ? F ഇൻഫിനിറ്റ്. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് വിൽ ബിക്കം ഇൻഫിനിറ്റ് എന്നാണ്. ഓക്കെ, എ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ കർവ്ഡ് സർഫസ് ഈസ് 60 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് F = R/mu - 1 ആണ്, പ്ലെയിനോ കോൺവെക്സ് ആയത് കാരണം. ഇക്വി കോൺവെക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 × mu - 1 വരും.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക എത്രയാ? 100 സെന്റിമീറ്റർ എന്നാ വരിക. സോ 100 സെന്റിമീറ്റർ. A convex lens of focal length 80 centimeter and a concave lens of focal length 50 centimeter are combined together. What will be their resulting power? P1 equal to 1 by F1, 1 by 0.8, അപ്പോൾ 1.25 diopter വരും. ഓക്കെ, രണ്ടാമത്തേത് കോൺകേവ് ആണ്, 1 by F2 50 സെന്റിമീറ്റർ, അപ്പോൾ 1 by 0.5 പറഞ്ഞാൽ -2 diopter, രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -0.75 diopter വരും. ഓക്കെ, പിന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 is 2 centimeter. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് വെൻ ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25. അതിൽ എഫ് ഡാഷ് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഇൻ എയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 by n/-1. ഓക്കെ, അതിൽ n പറഞ്ഞാൽ എത്രയാ? 1.5 ആണ്, -1 പറഞ്ഞാൽ 0.5, അതാണ് 1/2. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? 1.5 ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.25 ആ. അപ്പോൾ ഇത് 1.5, അടിയിൽ 1.25, അപ്പോൾ 6/5 വരും. ഓക്കെ, 1.5 by 1.25 പറഞ്ഞാൽ 6/5, -1 പറഞ്ഞാൽ 1/5. ഓക്കെ, അപ്പോൾ പിന്നെന്താ വേണ്ടേ? പിന്നെ നമുക്ക് എന്താ പറയുക, ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 5/2 വരും, 5/2. ഓക്കെ, ആൻഡ് സി ഇഫ് ദിസ് ഈസ് 5/2, ഓക്കെ, 5/2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എഫ് ഡാഷ് ദിസ് ഈസ് ഈക്വൽ ടു 5 divided by 2f. ഓക്കെ, അതിൽ എഫ് 2 സെന്റിമീറ്റർ, അപ്പോൾ എഫ് ഡാഷ് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് the refractive index of the material of a prism is √2 and the angle of the prism is 30 degree. One of the two refracting surfaces of the prism is made mirror inwards by silver coating. A beam of monochromatic light entering the prism from the other face will retrace its path if the ഓക്കെ, അങ്ങനെ പാത്ത് റീട്രേസ് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ സർഫസിൽ 90 ഡിഗ്രി ആവണം അല്ലേ? അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ഓഫ് പ്രിസം ഇത് 30 ആണ്, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് 60 വരും, ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 30 ഡിഗ്രി. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഇഫ് ഇറ്റ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ ദ പ്രിസം വിൽ ബി. ഓക്കെ, ഇത് 30 ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപ്പോൾ നമ്മളോട് ചോദിക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ നടക്കുന്ന റിഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഐ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് കിട്ടി അത് 30. അപ്പോൾ ഇവിടുന്ന് ഐ കാണാം. ഓക്കെ, ജനറൽ ഫോം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്, 1 × sin i ഈക്വൽ ടു μ × sin 30. μ എത്രയാണ്? √2 ആണ്. അപ്പോൾ sin i ഈക്വൽ ടു 1/√2, അപ്പോൾ i ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, next, a thin prism having refracting angle 10 degree is made of glass of refractive index 1.42. This prism is combined with another thin prism of glass of refractive index 1.7. This combination produces dispersion without deviation. The refracting angle of second prism should be. അതിൽ നമുക്ക് എന്താ പറയുക, ഇതിനെ നമുക്ക് ഡിസ്പെർഷൻ വിതൗട്ട് ഡീവിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് a dash equal to mu minus 1 by mu dash minus 1 into a. ഓക്കെ, അപ്പോൾ 1.42 minus 1 divided by 1.7 minus 1 into 10 degree. അപ്പോൾ ഇത് 42/70 എന്ന് പറയാം. അപ്പോൾ അത് 7 കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക 14 കൊണ്ട് കട്ട് ചെയ്യാം. 14 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ മേലെ 3 വരും, താഴെ 5 വരും. ഓക്കെ, അപ്പോൾ 3/5 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രി. ആ നെഗറ്റീവ് കാണിക്കുന്നത് എന്താണെന്നറിയോ? പ്രിസംസ് ഷുഡ് ബി കമ്പൈൻഡ് വിത്ത് ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് എന്നാണ്. അതായത് ഒരു പ്രിസം ഇത് ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. ഓക്കെ, അതിൻ്റെ ആംഗിൾ ഓഫ് ദ പ്രിസം എ ആണ്, അപ്പോൾ അടുത്ത പ്രിസം തിരിച്ച് കമ്പൈൻ ചെയ്യണം എന്ന്. ഓക്കെ, ദിസ് ഈസ് എ ഡാഷ്. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക 6 ഡിഗ്രി കിട്ടും, റൈറ്റ്? The angle of incidence for a ray of light at a refracting surface of a prism is 45 degree. The angle of prism is 60 degree. If the ray suffers minimum deviation through the prism, the angle of minimum deviation and refractive index of the material of the prism respectively are. അതിൽ നമ്മൾ മിനിമം ഡീവിയേഷനിൽ I equal to a plus d by 2 ആ. അപ്പോൾ a plus മിനിമം ഡീവിയേഷൻ ആണ് ക്യാപിറ്റൽ D equal to 2i. അതിൽ 60 ആംഗിൾ ഓഫ് ദ പ്രിസം എന്താ? ഇക്വലേറ്ററൽ പ്രിസം ആണ്. ആംഗിൾ ഓഫ് ദ പ്രിസം 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ 60 + d ഈക്വൽ ടു എത്രയാ? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി. അപ്പോൾ ക്യാപിറ്റൽ D ഈക്വൽ ടു 30 ഡിഗ്രി വരും. ഓക്കെ, പിന്നെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്.
പിന്നെന്താ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പറഞ്ഞാൽ A/2 പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ sin 45 by sin 30 √2. അപ്പോൾ 30 ഡിഗ്രി ആൻഡ് √2. ഓക്കെ, 30 ഡിഗ്രി ആൻഡ് √2. ഓക്കെ, next refracting angle of a prism is capital A and refractive index of the material of the prism is cot A/2. Okay, the angle of minimum deviation is അതിൽ mu equal to cot A/2 പറഞ്ഞാൽ cos A/2 by sin A/2. ഈ cos A/2 നെ നമുക്ക് sin 90 minus A/2 എന്ന് എഴുതാം, divided by sin A/2. സ്റ്റാൻഡേർഡ് ഫോർമുല ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? sin A plus D/2 by sin A/2. ഇവിടെ നോക്കൂ, mu ഉണ്ട്. ഓക്കെ, ഡിനോമിനേറ്ററിൽ sin A/2 ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ sin A/2 ഉണ്ട്. ന്യൂമറേറ്ററിൽ A plus D/2 സൈൻ ഫംഗ്ഷൻ, ഇവിടെ എന്താ? 90 minus A/2. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? A plus D/2 equal to 90 minus A/2 ആ. A plus D/2 equal to 90 minus A/2. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A plus D/2 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A plus D, 90യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180, A/2 നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A, D കിട്ടാൻ ഈ A കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 180 minus 2A വരും. ഓക്കെ, 180 minus 2A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ ഈ ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇൻസിഡന്റ് on a right angled prism, the refractive index of the material of the prism for the above red, green and blue wavelength are 1.39, 1.44, 1.47. നോക്കാം. അതിൽ mu equal to 1 by sin C ആ. mu എത്രയാ? mu പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് when mu equal to √2, എന്താ? C equal to 45 ഡിഗ്രിയാ. ഇവിടെ നോക്കൂ, ഇവിടെ ഈ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് നോക്കി, ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ ആസ് ദ ലൈറ്റ് ടെൻസ് ടു ട്രാവൽ ഫ്രം ഗ്ലാസ്, ഓക്കെ, ഗ്ലാസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? ഇപ്പോൾ mu √2 ആണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ 45 ഡിഗ്രി, റൈറ്റ്? അപ്പോൾ നോക്കൂ, ഗ്രീനിനും ബ്ലൂവിനും mu എന്താ? mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ 1.44ഉം 1.47ഉമാണ്. ഓക്കെ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2നേക്കാൾ കൂടുതലാണ്. ഓക്കെ, സി ഫോർ ഗ്രീൻ ആൻഡ് ബ്ലൂ എന്താ? mu ഗ്രേറ്റർ ദാൻ √2, ക്രിട്ടിക്കൽ ആംഗിൾ ലെസ് ദാൻ 45. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി, അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. സോ സഫേഴ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പിന്നെ ഫോർ റെഡ് mu ലെസ് ദാൻ √2, അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ മോർ ദാൻ 45, വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് 45ലാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. അതായത് ആ റെഡ് ലൈറ്റ് പുറത്തേക്ക് വരും. മനസ്സിലായില്ലേ? ഈ വരുന്ന ബീമിലെ ഗ്രീൻ ആൻഡ് ബ്ലൂ വിൽ സഫർ ടോട്ടൽ റിഫ്ലക്ഷൻ. അപ്പോൾ ദേ ഈ വരുന്ന ലൈറ്റിൽ നമുക്ക് എന്ത് പറയാം? ദേ വരുന്ന ലൈറ്റിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ, ഓക്കെ, ഒരേ ലൈനിലൂടെ വരും, ഒരേ ലൈനിലൂടെ റിഫ്ലക്ട് ചെയ്യും. പക്ഷെ റെഡ് പുറത്തേക്ക് വരിക ചെയ്യുക. അപ്പോൾ റെഡ് സെപ്പറേറ്റ് ചെയ്യും എന്ന് പറയാം അല്ലേ? separate all 3 colors, not separate the 3 colors, separate the red color, okay, part from the green and blue colors. Adana answer. Okay, next, the angle of a prism is capital A. One of its refracting surfaces is silvered. Light rays falling at an angle of incidence 2A on the first surface returns back through the same path after suffering reflection at the silvered face. Parna silvered face il 90 degree incident ചെയ്യണം. Okay, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാ. ഓക്കെ, പിന്നെ എന്താ? ഈ ആംഗിൾ എ ആണ്, ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പോൾ ഇതെന്താവണം? ഇത് 90 മൈനസ് എ ആവണം. ഓക്കെ, ഇത് 90 മൈനസ് എ ആണെങ്കിൽ നോക്കൂ, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എ ആവണം. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എ ആവണം. നോക്കൂ, ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് 2A ആണ്, റിഫ്രാക്ട് ചെയ്യുന്നത് എന്താ? റിഫ്രാക്ട് ചെയ്യുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu പറഞ്ഞാൽ sin I by sin R. അതിൽ I പറഞ്ഞാൽ 2A ആണ്, R എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, sin 2A പറഞ്ഞാൽ 2 sin A cos A എന്നാ, ഡിവൈഡഡ് ബൈ sin A. അപ്പോൾ 2 cos A വരും. ഓക്കെ, സോ 2 cos A, റൈറ്റ്? നെക്സ്റ്റ്, റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് ഡിസ്പെർഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ്, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ പ്രിസം ഈസ് √2 ആൻഡ് ഇറ്റ്സ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ ഓഫ് ദി പ്രിസം ആണ് 30 ഡിഗ്രി, റൈറ്റ്? പിന്നെ എന്താ പറഞ്ഞേ? വൺ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് ദ പ്രിസം ഈസ് മെയ്ഡ് എ മിറർ ഇൻവേർട്സ് എ ബീം ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് എൻറ്റേഴ്സ് ദ പ്രിസം.
ഓക്കെ. പിന്നെന്താ, ആൻഡ് റീട്രേസസ് ഫ്രം ദ മിറർ, അതിവിടെ ചേർക്കണം കേട്ടോ, ഇവിടെ ഇത് മിസ്സിംഗ് ആണ്. ആൻഡ് റീട്രേസസ് ഫ്രം ദ മിറർ സർഫസ് ഇഫ് ഇറ്റ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ പ്രിസം ഈസ്. അതായത് ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ വന്നു, അത് റിഫ്രാക്ട് ചെയ്തു, ഇവിടെ വന്ന് 90 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്ത് പാത്ത് റീട്രേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? അതിൽ ഇത് 90 ആണ്. ഓക്കെ, ആൻഡ് ദിസ് ആംഗിൾ ഈസ് 30. ഓക്കെ, അപ്പോൾ ഇതെന്താവണം? ഇത് 60 ആവണം. ഓക്കെ, അതായത് ഇത് 60 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ആവണം. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണം. റൈറ്റ്, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. അതായത് ഈ വരുന്ന ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവർ തന്നിരിക്കുന്നത് എത്രയാ? ദാറ്റ് ഈസ് √2. ഓക്കെ, അപ്പോൾ ജനറൽ ഫോം 1 × sin I = √2 × sin 30. sin 30 എത്ര? 1/2. അപ്പോൾ I = 45 ഡിഗ്രി വരും. ഓക്കെ, നമ്മൾ ഈ ജനറൽ ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, ഒരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ, അടുത്ത മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, astronomical telescope has objective and eyepiece of focal length 40 cm and 4 cm. To view an object 200 cm away from the objective, the lenses must be separated by a distance of. അതിൽ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്കറിയാം 40 cm. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്ന ഇമേജ് എവിടെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ സാധാരണ ലെൻസിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. 1/v - 1/u = 1/f. ഓക്കെ, അപ്പോൾ അതിൽ VO, അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റീവ്, അത് 50 cm എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കൂ, ഇതാണ് ഈ ഒബ്ജക്റ്റീവിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. പിന്നെ എന്താ, പിന്നെ ആ ഇമേജിൽ നിന്ന് ഐ പീസിലേക്കുള്ള ദൂരം ഐ പീസിന്റെ ഫോക്കൽ ലെങ്താണ്. അപ്പോൾ രണ്ട് ലെൻസും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ VO, ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് പ്ലസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ്. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 50 + 4 പറഞ്ഞാൽ 54 cm വരും. ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ്, ദ മാഗ്നിഫൈയിങ് പവർ ഓഫ് എ ടെലിസ്കോപ്പ് ഈസ് 9. When it is adjusted for parallel rays, the distance between the objective and the eyepiece is 20. പറഞ്ഞാൽ നോർമൽ വിഷനില. ഓക്കെ, അപ്പോൾ FO + FE 20 ആണ്. FO/FE എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് FOയ്ക്ക് പകരം 9FE എന്ന് പറയും. 9FE + FE 10FE 20. അപ്പോൾ FE 2 ആണ്. അപ്പോൾ FO പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ 18ഉം 2ഉം ആണ് വേണ്ടത്. റൈറ്റ്.